ഹലോ, നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കിയാൽ നമ്മൾ വീട്ടിലെ മണ്ണ് യൂസ് ചെയ്തിട്ട് ക്ലേ ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ നോർമൽ സാധാ മണ്ണ് എടുക്കേണ്ട, വലിയ ചേറുള്ള കല്ലില്ലാത്ത മണ്ണ് എടുക്കണം. പിന്നെ വീടിൻ്റെ മുറ്റത്ത് കിടക്കണ മണ്ണൊന്നും എടുക്കാൻ പാടില്ല. മണൽ അതുപോലത്തെ ഒന്നുമില്ല. കുറച്ച് വീടിൽ നിന്ന് കുറച്ച് കിളച്ചിട്ട് വേണം മണ്ണെടുക്കാൻ. കുറച്ച് അടിയിലത്താകുമ്പോൾ കല്ല് കുറഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മണ്ണ് വീടിൻ്റെ മുറ്റത്തെ മണ്ണാണ്. അതാണ് എനിക്ക് ഫ്ലോപ്പായത്. പിന്നെ നമ്മൾ പിറ്റത്തെ ദിവസമാണ് നല്ല മണ്ണ് നോക്കിയിട്ട് എടുത്തത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ മേലത്തെ മണ്ണാണ് എടുത്തിട്ടുള്ളത്. മേലത്തെ മണ്ണ് എടുക്കാൻ പാടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്താൽ അടിയിൽ തട്ടിയിട്ട് മിക്സ് ചെയ്യണം. എന്നാലേ ആ ക്ലേ നമ്മളെ മണ്ണും ഈ വെള്ളവും നല്ലതുപോലെ മിക്സ് ആവുള്ളൂ. വെള്ളം നമ്മൾ ആ ബക്കറ്റിലാണെങ്കിൽ ബക്കറ്റ് ഫുള്ള് വെള്ളം നിറക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ബേസണിൽ വെള്ളം ഫുള്ള് നിറക്കണം. വെള്ളം കൂടുമ്പോഴത്തേനും നമ്മൾ ക്ലേൻ്റെ ക്വാണ്ടിറ്റി കൂടും. വേറൊരു ബക്കറ്റ് എടുക്കാം, അതിലേക്കൊരു മുണ്ട് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു തുണി, കുറച്ച് കട്ടി വേണം നമ്മുടെ തുണിക്ക്, അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി. ഇനി നമ്മളതിങ്ങനെ ഇതുപോലെ വിരിച്ചു കൊടുക്കാം. വിരിച്ചിട്ട് ഈ ഒരു സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മണ്ണ് കലക്കിയ വെള്ളമല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തപ്പോൾ അടിഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒരു പോകുന്നില്ല, മെല്ലെ മെല്ലെ പോകുന്നത്. അപ്പോൾ നോക്കുമ്പം ഇതിങ്ങനെ പോകുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ മണ്ണുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തുണി മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലെല്ലാ വീഡിയോ കറക്റ്റിനില്ല. ചില വീഡിയോ ഇതിൽ സ്കിപ്പായിക്കണം, കിഴി കെട്ടുന്ന വീഡിയോസ് അങ്ങോട്ടും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ, അപ്പോൾ ഞാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ മെല്ലെ ഇതിൻ്റെ അടിയിൽ പോയി നോക്കിയപ്പം അടിയിൽ ഞാൻ തുണി മാറ്റിയിട്ട് ഈ തുണിയാക്കി കണ്ടോ. ഇപ്പോൾ ഈ തുണിയിലാക്കിയപ്പോൾ നല്ലതുപോലെ മണ്ണും ചേരലൊക്കെ കിട്ടുന്നുണ്ട്. ഇതുപോലെ അത് കളയാണ് കേട്ടോ. വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിപ്പം ഒരു കയറിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിക്ക് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ കനം കൂടുമ്പോൾ അടിക്ക് ഇതിങ്ങനെ പോകും. അപ്പോൾ അത് പോകാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പോവാതെ നിന്നോളും. ഇതുപോലെ കണ്ടോ, അങ്ങനെ കെട്ടിട്ടാൽ അവിടെ നിന്നോളും. നമ്മൾ ഈ ചളിയും മണ്ണും നല്ലതുപോലെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മളൊരു വലിയ ബേസണിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബേസണിൻ്റെ ഈ ഒരു വെള്ളം ഊരണം. വെള്ളം മാത്രം തെളിഞ്ഞ് വന്നിട്ട് നമ്മൾ അടിയിൽ കിടക്കുന്ന നമ്മളെ ക്ലേ ആട്ടോ. ഇത് മെല്ലെ ഞാനിപ്പോൾ ഒരു ചിരട്ട വെച്ചിട്ടാണ് മാറ്റുന്നത് കേട്ടോ. മാറ്റി കൊടുക്കുക. നമ്മൾ ഈ ചിന്താൻ നോക്കിയപ്പം അത് ക്ലേയും അതിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. അപ്പം ചിന്തുമ്പോൾ നമ്മൾ സ്പോഞ്ചോ അല്ലെങ്കിൽ പഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കോട്ടൻ്റെ തുണിയോ അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ ഇടയിൽ വന്നൊരു സ്കിപ്പാട്ടോ, അത് അറിയാതെ വന്നതാണ്. അപ്പം ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. നമ്മൾ ആ വെള്ളം ഒക്കെ പാടെ മാറ്റി കൊടുക്കണം. നമ്മളൊരു വലിയൊരു മുണ്ടിക്ക് അത് എടുത്തിട്ട് അരിക്കുക. എന്നിട്ട് നമ്മൾ കിഴി കെട്ടി കൊടുക്കാം. അരിച്ചിട്ട് കിഴി കെട്ടി കൊടുക്കാം. ഒന്നെങ്കിൽ കിഴി കെട്ടിയിട്ട് തൂക്കിയിടാം, അല്ലെങ്കിൽ കിഴി കെട്ടിയിട്ട് മുണ്ടിലാക്കി വെക്കാം. ഇത് കിട്ടിയില്ല. എന്നിട്ട് നമ്മളത് കിഴി ഒരു ദിവസം മുഴുവൻ വെക്കണേ. തുറന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് കുറച്ച് ക്ലേ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ക്ലേ ഫുള്ള് പരത്തിയിട്ട് ഒരു ദിവസം ഉണങ്ങാൻ വെക്കണം. എന്നിട്ട് നമ്മളിതാട്ടോ നമുക്ക് കിട്ടിയ ക്ലേ അടിപൊളി ക്ലേ കിട്ടിയിട്ടുണ്ട്. കിഴി കെട്ടുമ്പം പിന്നെ നമ്മൾ ഈ ക്ലേ ഓവറായിട്ട് ഇതാക്കരുത്. പിന്നെ നമ്മൾ വെയിലത്തൊരിക്കലും വെയിലത്താക്കി കഴിഞ്ഞാൽ നമ്മൾ ക്ലേ വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കുമ്പം ക്രാക്ക് വീകും ഉള്ളിൽ. പിന്നെ അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. പെയിൻ്റ് അടിക്കുമ്പം അങ്ങനെ എടുത്ത് അറിയുകയും ചെയ്യും. അപ്പം നമ്മൾ വെയിലത്ത് വെക്കരുത്, വെയിലത്തല്ലാത്തടത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലേ കിട്ടും. പിന്നെ കട്ടാവണ ക്ലേ എന്ത് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമേ.